പക്ഷെ സംഗതി എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ധ്രുവറാട്ടി പറയുന്നത് ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ആകാൻ പോകുന്നു എന്നാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ തൊട്ട് മുന്നേ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഡെമോക്രസി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ഈ ഡിക്റ്റേറ്റർഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡെമോക്രസി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ അതിൻ്റെ അർത്ഥം അത് ഡിക്റ്റേറ്റർഷിപ്പ് ആകുന്നു എന്നാണോ? അതിൻ്റെ ഇടയിലൊന്നുമില്ല, ഇതൊരു ബൈനറി ആണോ? ഇത് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പുള്ളി പറയാൻ കാര്യം, ഈ പറഞ്ഞ പുള്ളി കുറെ പോയിന്റ്സ് പറയുന്നുണ്ടല്ലോ. അതായത് നമുക്ക് അതിലേക്ക് വരാം. ഇ ഡിയെ വിടുന്നു, ഇ ഡിയെ വിട്ട് മറ്റവരെ ഗൈഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞ ഡെമോക്രസി ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്രോ മൈനോറിറ്റിയാണ് ശരിക്കും അതിന്റെ എസൻസ് കൊണ്ട് ഡെമോക്രസി വേണമെന്ന് പറയുന്നത്. ബാക്കി എല്ലാ ആൾക്കാരും അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ BJP-യെ ഈ ഇന്ത്യ മുന്നണി വിചാരിച്ച തോപ്പിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റുമല്ലോ. ഇവരെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം ഈ ഡിക്റ്റേറ്ററായ മോഡിയെ താഴെ ഇറക്കുക എന്നതാണ് എങ്കിൽ നിങ്ങളെല്ലാവരും ഓപ്പോസിഷൻ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് നിങ്ങളുടെ കോമൺ കാൻഡിഡേറ്റിനെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് 400-500 മണ്ഡലങ്ങളിലും സുഖമായി ജയിക്കാം. പക്ഷെ ഇവർക്കത് പറ്റുന്നില്ല. അപ്പൊ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം BJP അല്ല, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മോഡിയല്ല, ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ അന്നമാണ്, ഇവരുടെ നിലനിൽപ്പാണ്, ഇൻഡിവിജ്വൽ പാർട്ടി എന്ന നിലയ്ക്കുള്ള നിലനിൽപ്പാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് 16 മില്യൺ ആൾക്കാർ കണ്ട ധ്രുവറാത്തിയുടെ വീഡിയോ കണ്ടെങ്കിലും അത് ഈ ഇലക്ഷനിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയും. ബിക്കോസ് അത് കണ്ടതിനകത്ത് ഇപ്പൊ കാണുന്നവരെല്ലാം ധ്രുവിനെ അനുകൂലിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടവരിൽ BJP-കാരും കാണും, എതിർക്കുന്നവരും കാണും, ഒരുപാട് പേര് കാണും. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഒരു പ്രതിപക്ഷമില്ല. നമ്മൾ ആരെയാണ് നമ്മൾ മോഡിക്ക് ഒരു ഓപ്പോസിഷനായിട്ട് നമ്മൾ ഒരു യുവ ഒരു 25 വയസ്സുള്ള ഒരു അസ്പയറിംഗ് ആയിട്ടുള്ള ഒരു യൂത്ത് രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ആരെയാണ് അവൻ കാണുന്നത്? ആരെയും കാണുന്നില്ല. ഇപ്പോഴത്തെ സൈഡ് ഫുള്ളി വേക്കന്റ് ആണ്. അപ്പൊ നമ്മൾ ഉള്ളതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇത് കുഴപ്പമില്ല, ഇവന്മാരുടെ സ്റ്റെബിലിറ്റി എല്ലാം ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, നമ്മളെ ആരും കയറി ചൊറിയല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയല്ല ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത്. ഇവിടെ ഇസ്ലാമിക് ഭരണകൂടം വരുമോന്ന് പറയാൻ പേടിപ്പിക്കുന്നു. അപ്പൊ ഇവൻ നോക്കുമ്പോ ഇവരാണെ സേഫ് ആണ്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു ലൈനാണ്. തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ വരികയാണ്, അതായത് കഴിഞ്ഞ 2019 ഇലക്ഷൻ വന്ന സമയത്ത് ഇവിടെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നു, ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു സംഗതിയാണ്, ഇവിടെ എല്ലാവരും പറയുന്നത് എന്താണ്, മോദിയെ ഇറക്കണം എന്ന് പറയുന്നു. മോദിയെ ഇറക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന, അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിനെ എളുപ്പത്തിൽ ജയിപ്പിച്ചു വിട്ടുകൊണ്ട് അവർക്ക് ഇലക്ഷന് മുന്നേ തന്നെ വലിയൊരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ പറ്റുന്നൊരു നീക്കമായിരുന്നു എന്ത്, വയനാട് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധിനെ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുക. അവിടെ ഇലക്ഷന് മുന്നേ തന്നെ രാഹുൽ ഗാന്ധി ജയിക്കുകയാണ്. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇടതുപക്ഷമാണ് ആ സമയത്ത്. ഇടതുപക്ഷമാണ്, അതെ. അപ്പൊ ശരിക്കും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ അവർ ചെയ്തിരുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് മോദി വിരുദ്ധതയും മോദിയെ ഇറക്കലും അതുപോലെ BJP-യെ ഇറക്കി അടുത്ത ആളെ കയറ്റുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരു ധാർമ്മികമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം അന്ന് ഞാൻ എഴുതിയിട്ടതാണ്. നിങ്ങൾ മിനിമം ചെയ്യേണ്ട സാധനം, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിൻവലിക്കുക, രാഹുൽ ഗാന്ധിനെ ജയിപ്പിച്ചു വിടുക. അത് വന്നാൽ തന്നെ അതൊരു വലിയ ബൂസ്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടും. ഒരു കണക്കിൽ ഞാൻ ചോദിക്കുന്നത്, എത്ര രൂപ പ്രചരണത്തിന് ചെലവാക്കുന്ന, എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും ഈ രണ്ടുപേർക്കും പൊട്ടിക്കുന്ന പൈസ? ഇപ്പൊ തൃശ്ശൂര് പ്രതാപന്റെ ഒരു ബൈറ്റ് ഞാൻ കാണുവാൻ, പ്രതാപ് പറയാണ്, ഞാനും സുനിൽകുമാറും തമ്മിലാണ് മത്സരം, ഞങ്ങളുടെ സൗഹൃദ മത്സരമാണ്, ഫ്രണ്ട്ലി മാച്ചാണ്. ഞങ്ങൾ ആര് ജയിച്ചാലും ഒരിടത്താണ്. ഞാൻ ചോദിച്ചാ പിന്നെ ഇവര് മത്സരിക്കാതെ തന്നെ ഇവർക്ക് അവിടെ വെച്ച കൈ പിടിച്ച സുനിൽകുമാറെ എനിക്ക് പ്രതാപ നീ വരുന്നു പറഞ്ഞ മാറിക്കഴിഞ്ഞാല് അത്രയും പ്രശ്നം ഒഴിവായില്ല. എത്ര രൂപ അവിടെ പൊട്ടിക്കാൻ പോകുന്നത്? ആൾക്കാരെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇതൊക്കെ തട്ടിപ്പാണ്. ഇത് ഞാൻ പറയുന്നത്, പ്രതിപക്ഷത്തെ നോക്കുമ്പം നമുക്ക് ഒരാളിലും ഒരു ആത്മാർത്ഥത കാണാൻ സാധിക്കുന്നില്ല. ഇവർ ഈ മോഡിക്കെതിരെ ഉയർത്തുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, ഒരു വാദങ്ങളും നമുക്കൊരു ആത്മാർത്ഥതയും ഇവരുടെ ആരുടെയും സ്പീച്ചിലോ പ്രവൃത്തിയിലോ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരു നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാം, നമുക്ക് ഒരാൾക്ക് മോഡി ഒന്ന് താഴെ ഇറക്കണമെന്ന് നമ്മൾ കുറെ ആൾക്കാർ വിചാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആർക്ക് ആദ്യത്തോട് വോട്ട് ചെയ്യുന്നേ അപ്പുറത്തെ സൈഡില് ഇതുപോലെ നിൽക്കുന്ന ആൾക്കാരെ ഇതുപോലെ ആടി ഒലിഞ്ഞ് ഇനിയിപ്പോ ജയിപ്പിച്ചാൽ തന്നെ ഇവര് പകുതി പേര് അവിടെ പോയി ചേരുമെന്നുള്ളത് അറിയത്തില്ല.
കുതിര കച്ചവടം നടക്കുന്നു. അപ്പൊ ഇവര് എന്ത് കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷ വെക്കണം? ഇതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. പ്രതിപക്ഷം ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ധ്രുവരാഠിയിലെ ആ വീഡിയോയില് ചില കാര്യങ്ങളൊന്ന് നോക്കിയാലോ? നോക്കാം. ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ട് ഇല്ല, നമുക്കൊരു ഒരു മണിക്കൂറായി, ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ ശരി. കുഴപ്പമില്ല, വെള്ളം വല്ലതും വേണമെങ്കിൽ കുടിച്ചോട്ടാ. ഇല്ല കുഴപ്പമില്ല. ശരി, അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ആദ്യം ഉന്നയിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഇലക്ഷൻ റിഗ്ഗിങ് അല്ലെങ്കിൽ വോട്ട് റിഗ്ഗിങ് എന്ന് പറയുന്നൊരു വിഷയം. അതിൽ നമ്മളെ ചണ്ഡീഗഡിലെ ആ ഒരു വിഷയമാണ് അതിനകത്ത് എടുത്ത് പറയുന്നതും. ഓക്കെ, എന്താണ് അതിനകത്ത്? ബാലറ്റ് പേപ്പർ അല്ലായിരുന്നോ? അതെ, ബാലറ്റ് പേപ്പർ. ബാലറ്റ് പേപ്പർ നടന്ന് ഈ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്ന കാലം, നമ്മുടെ ഇവിടെ റിഗ്ഗിങ് നടക്കാത്ത കാലം എന്നുണ്ടായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ ബൂത്ത് പിടിച്ചെടുത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ. ഞാന് ബംഗാളിലെ കഥ നിങ്ങൾ റിച്ചാർഡിന്റെ ചാനലിൽ കേട്ടില്ലേ? എന്താന്ന് വെച്ചാല് ആദ്യമേ ഇവര് പോയിട്ട് വോട്ട് ചെയ്യും, കമ്മ്യൂണിസ്റ്റുകാര്. അതിനുശേഷം ഇവര് പ്രചരണം അവിടെ ഭയങ്കര അക്രമം അഴിച്ചുവിടും. പിന്നെ വേറെ ആർക്കും അവിടെ വോട്ട് ചെയ്യാൻ വരാൻ പറ്റത്തില്ല. അപ്പൊ ഇവരുടെ ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ രാവിലെ. സോ ഇവരുടെ സ്ഥാനാർത്ഥി ഈസി ആയിട്ട് ജയിക്കും, വേറെ ആൾക്കാരെ വോട്ട് ചെയ്യാൻ പറ്റാതിരിക്കും. ബാലറ്റ് പെട്ടി സഹിതം എടുത്തോണ്ട് നമ്മൾ ഈ മാവോയിസ്റ്റ് മേഖലകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പല വീഡിയോകളിലും സിനിമകളിലും കണ്ടിട്ടുണ്ട്. ബാലറ്റ് പേപ്പറാണ് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇത് എണ്ണി തീരാൻ ഇത്ര സമയം എടുക്കുന്ന ആൾക്കാർ അതിനകത്തൊരു വിശ്വാസ്യത ഇങ്ങനെ എണ്ണി തരും. മറ്റേത് ഇങ്ങനെ ഒറ്റ ബട്ടണിൽ വരും, അപ്പൊ അവന് വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. ഈ നമ്മുടെ പല വീഡിയോയുടെ അടിയിലും പോസ്റ്റിന്റെ അടിയിലും ആൾക്കാർ വന്നിട്ട് ഈ വോട്ടിംഗ് മെഷീൻ മാറ്റിയാൽ BJP പരാജയപ്പെടും. വോട്ടിംഗ് മെഷീന്റെ ഏതൊരു മെഷീനും നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. അത് ആം ആദ്മി പാർട്ടിക്കാരുമായിട്ടുള്ള എന്റെ ആദ്യത്തെ കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാണ്. ഏതൊരു മെഷീനും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഹാക്ക് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് മെഷീൻ. ഇവരിത് നിയമസഭ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം പൊളിച്ച് കാണിക്കുന്നത്, റിഗ് ചെയ്ത് കാണിക്കുന്നു. പക്ഷെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ ഡിസ്ട്രിബ്യൂഷനും അതിൽ സ്ഥാനാർത്ഥികളെ ചേർക്കുന്നതും കോഡ് അടിക്കുന്നതിന്റെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഒരിക്കലും ഒരു മാനിപ്പുലേഷൻ നടക്കാൻ ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ വിചാരിച്ചാൽ പറ്റത്തില്ല. കാരണം അതിന് അത്രേ ആൾക്കാർ സഹകരിച്ചുകൊണ്ട് മാനിപ്പുലേഷൻ നടക്കില്ല ഒരു കാര്യത്തിലും. അല്ലെ, ഒരുപാട് പേര് ചേർന്ന് രഹസ്യം സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഈ ആർഗ്യുമെന്റ് നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മളുടെ മൂൺ ലാൻഡിങ്ങിന്റെ ഫേക്കിംഗ് ആണെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഇപ്പം റിഗ്ഗിങ് നടക്കും. എങ്ങനെയാണ്? നിങ്ങൾ ഒരു ബൂത്ത് പിടിച്ചെടുത്തിട്ട് ആ മെഷീനിലെ എല്ലാ വോട്ടും നിങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാണ് അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസറും നിങ്ങളെല്ലാം. അപ്പൊ അത് വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ സംഭവങ്ങൾ പണ്ട് ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നപ്പോഴും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് ഇനിയും നടക്കും. അത് കൂടുതൽ ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ CCTV നമ്മുടെ ശ്രീകുമാർ ഡോക്ടർ വയനാട്ടില് കണ്ണൂര് പുള്ളി കള്ളവോട്ട് ചെയ്ത ആളെ പുള്ളി ചോദ്യം ചെയ്തപ്പോ പുള്ളി അവരെല്ലാരും കൂടെ അടിച്ചിറക്കി. എന്നിട്ടാണ് ഇവര് ഇവിടെ ഭയങ്കര ഇലക്ഷൻ സുതാര്യമല്ലെന്ന് ഇവര് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് കൂടുതൽ ട്രാൻസ്പെറൻസി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മള് ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ഷൻ റിഗ് ചെയ്യുന്ന പരിപാടി കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പോയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇപ്പൊ ചണ്ഡീഗഡില് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ ഇലക്ഷനും അട്ടിമറിക്കുന്ന ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ CPM ജയിക്കണ്ടല്ലോ, നാളെ BJP സുരേന്ദ്രനും ടീമിനെ ഇവർക്ക് കയറ്റിയിരുത്താമല്ലോ. അല്ലെങ്കിൽ കർണാടകത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് വന്നു? കോൺഗ്രസിനെ അവിടെ ഇപ്പം കേരളത്തിൽ വേണേ അങ്ങനെ സംശയം തോന്നാന്ന് വെക്കാം. അപ്പൊ കർണാടകത്തിൽ BJP ജയിച്ചാൽ അങ്ങനെ സംശയിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കാരണം BJP അവിടെ ഒരു സ്ട്രോങ് ഫോഴ്സ് ആണ്. അപ്പോൾ ശരിക്കും ധ്രുവരാഠിയിലെ ആ വീഡിയോയിൽ ഈ വോട്ട് റിഗ്ഗിങ് എന്ന് പറയുന്ന വിഷയം അത് ഉന്നയിക്കുമ്പോൾ സത്യത്തിൽ അത് അവർക്കും കൂടി കിട്ടുന്ന ഒരു അടിയായിട്ടല്ലേ മാറുന്നത്? മാത്രമല്ല അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഈ ബാലറ്റ് പേപ്പറിലേക്ക് മാറണം എന്ന് പറയുന്ന വിഷയം. അപ്പോ അതിൽ കൂടുതൽ ഇത് വരാൻ സാധ്യത, ബാലറ്റ് പേപ്പറിലാണ് അഴിമതി നടക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് അത് ധ്രുവരാഠി ഒരു ഡ്യുവൽ എഡ്ജ്ഡ് ഒരു വിഷയമായിട്ട് അത് മാറുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മളിവിടെ പറഞ്ഞതാണ്, എന്നാലും ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞത്. വെപ്പണൈസേഷൻ ഓഫ് ED, അതല്ലെങ്കിൽ CBI, അതുപോലെ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു അതിന്റെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം ഇതെല്ലാ കാലത്തും രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു പവർഫുൾ ഇലക്ഷൻ കമ്മീഷണർ വന്നതായിട്ട് നമ്മുടെ അറിവില് TN ശേഷൻ വേറെ ആരുമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും അധികാരവും പവറും ഉണ്ടെന്ന് നമ്മൾ അന്നേരം അറിയുന്നത്. ഇയാൾക്ക് ഇത്രയും അധികാരമുണ്ട് ഈ പവറിന്. പക്ഷെ അതിനുശേഷം അതിന് ഒരുപാട് ഡൈല്യൂഷൻസ് വന്നു. ഇലക്ഷൻ കമ്മീഷണേഴ്സ് എല്ലാം തന്നെ
ഭരിക്കുന്ന പാർട്ടിയുടെയും ഒക്കെ താല്പര്യത്തിനുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഡൈല്യൂഷൻസ് വന്നിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഒരു വാസ്തവമാണ്. ഇത് നമ്മുടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രശ്നമാണ്. അപ്പൊ ഇ ഡി എ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇ ഡി എ ഉപയോഗിക്കുമ്പം ബി ജെ പിക്കാരായിട്ടുള്ള ആൾക്കാരെ പിടിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയക്കാരെയാണ് പിടിക്കുന്നത്. അതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതുപോലെ തന്നെ കറപ്റ്റഡ് ആണ് എന്ന് ട്രാക്ക് റെക്കോർഡുള്ള അല്ലെങ്കിൽ നിലവിൽ കേസുള്ള ആളുകൾ, ഇപ്പൊ NCPയുടെ ഒക്കെ നേതാവ്, അതുപോലെ മറ്റേ യെദ്യൂരപ്പയൊക്കെ ശരത് യാദവിനെ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അവർ ബി ജെ പിയിലേക്ക് വരുന്നു, ആ പാർട്ടി മാറിയിട്ട് ബി ജെ പിയിലേക്ക് വന്ന് അവിടെ നിൽക്കുമ്പോഴേക്കും അവരുടെ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. KM മാണിക്കെതിരെ ഇവിടെ നോട്ട് ഉണ്ടെന്ന് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞ് ഏറ്റവും ബഹളം ഉണ്ടാക്കിയ ടീംസ് KM മാണിയും ടീമിനെയും പിന്നെ എടുത്ത് പാർട്ടിയിലെ കൂടെ കൂട്ടിയില്ലേ. അപ്പൊ ഈ മെഷീനും സാധനമൊക്കെ അവിടെ പോയി. അപ്പൊ മാണി പെട്ടെന്ന് വിശുദ്ധനാവാണ്. മാണി ഈ പാർട്ടിയിൽ വരുമ്പോ ഇത് BJP ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എനിക്കൊന്ന് കോൺഗ്രസിന് മാത്രമേ അങ്ങനെ വിശുദ്ധനാക്കാൻ പറ്റാതെ വന്നിട്ടുള്ളൂ. കാരണം ഇത് ഒരു കേഡർ പാർട്ടികൾക്കെല്ലാം ഇത് സാധിക്കും. തങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്ലീൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അത് KM മാണിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എത്രയോ ആൾക്കാര് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ധ്രുവരാട്ടിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അല്പമെങ്കിലും ക്രെഡിബിൾ ആയിട്ട് വാലിഡ് ആയിട്ട് തോന്നിയ ഒരു ആർഗ്യുമെന്റ് അതാണ് എനിക്ക് ശരിയാണ്. അല്ല, ധ്രുവരാത്രി പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് BJP മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു, ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഇവരെല്ലാരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. യെസ്, ഞാനതിൽ കണ്ടത് അത് മാത്രമല്ല, ഇതിൽ കണ്ടത് ഈ സംഗതി ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ BJP ഗവൺമെൻറ് അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് വലിയ തോതിലുള്ള ആക്സെപ്റ്റൻസും ഒരു ഇമേജ് ബിൽഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, ഒരു അക്കൗണ്ടബിലിറ്റി ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ വിതിൻ ദ കൺട്രി, എസ്പെഷ്യലി എമംഗ് ദ BJP സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും ഒരു അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ വരാൻ ഉതകുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറും. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ വിൻ ചെയ്യുക എന്ന് മാത്രമാണല്ലോ. മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെല്ലാം ബലി കഴിക്കുകയാണ്. യെസ്, അപ്പോൾ BJP വലിയ തോതിൽ പൊക്കി വെക്കുന്ന ആ ദേശീയ ബോധം, അല്ലെങ്കിൽ എന്താണ് ഭ്രഷ്ടാചാറില്ല, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ യമണ്ടൻ സാധനങ്ങൾ വെച്ച് ഈ വിഷയം വരുമ്പോൾ അത് വെറും സ്ലോഗനായിട്ട് മാറുന്നു. പൊളിറ്റിക്കൽ ഗിമ്മിക്സ് എന്നപ്പുറം അതിനകത്ത് വലിയ ആത്മാർത്ഥത ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. യെസ്, യാ. മൂന്നാമത്തെ ഒരു സംഗതി അതിനകത്ത് കണ്ടത് നമ്മളുടെ ഫെഡറലിസം, നമ്മളുടെ ഇന്ത്യൻ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള മെയിൻ സംഗതിയാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇന്ത്യ അങ്ങനെ ഒരു ട്രൂ ഫെഡറൽ അല്ല. ശരിക്കും പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന് ഇപ്പൊ ഭരിക്കുന്ന പോലെ ഭരിക്കാം. ഇപ്പൊ BJP ഭരിക്കുന്ന പോലെ ഭരിക്കാം. ഇപ്പൊ നെഹ്റു സർക്കാരാണല്ലോ ഇവിടെ CPM-ന്റെ EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടേതൊരു എന്താ പറയുന്ന ഒരു ഹാഫ് കുക്ക്ഡ് ഫെഡറലിസം ആണ്. ശരിക്കും യൂണിയൻ ഗവൺമെന്റിനാണ് മോസ്റ്റ് പവർ ഉള്ളത്. ഇപ്പൊ യൂണിയൻ ഗവൺമെന്റും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടെങ്കിലും എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റ് വരുവാണെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ നിയമം പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ പിണറായി വിജയൻ ഇവിടെ CAA നടപ്പിലാക്കില്ല, മറ്റേ നടപ്പിലാക്കില്ല, മറിച്ച് നടപ്പിലാക്കില്ല. അതായത് രാജ്യ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം പ്രിവെയിൽ ചെയ്യുന്നതാണ് നിയമം. അപ്പം ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ട്രൂ ഫെഡറലിസം ഇന്ത്യയിൽ ഇല്ല. പക്ഷെ ഒരു കൊളാബറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ നമ്മൾ എടുക്കാം വേണമെങ്കിൽ. ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്ത് അത് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ BJP ഇപ്പം ഈ പറഞ്ഞ പോലെ അവരുടെ മൈറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവര് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ നമുക്കറിയാലോ, ഡൽഹിയിലെ എത്രമാത്രം അവർ ഡൈല്യൂട്ട് ചെയ്തു. അപ്പൊ ഈ സമയത്ത് BJP കോൺഗ്രസ്സുകാരും ആം ആദ്മി പാർട്ടിയും നല്ല ടേംസിലല്ല, അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആം ആദ്മി പാർട്ടി ഈ കാര്യത്തിലൊന്നും. അതുപോലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാറില്ല. സോ ഈ പ്രതിപക്ഷത്തിലെ ശരിക്കും പറഞ്ഞാൽ ഈ ഭിന്നത വലിയ രീതിയിൽ BJP ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇതൊക്കെ നടപ്പിലാക്കാൻ ഈസിലി പറ്റുന്നു. ശരി, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൊതുജനങ്ങൾ കൂടുതൽ ജനാധിപത്യ ബോധം ഉൾക്കൊള്ളേണ്ട ഒരു ആവശ്യകതയാണ് ഇതെല്ലാം തീർച്ചയായിട്ടും. യെസ്, ഇതിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ വരാനിരിക്കുന്ന ഇലക്ഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യസഭയിലും കൂടി വലിയ തോതിൽ ഒരു ഭൂരിപക്ഷം വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ BJPക്ക് വരുന്നത്. അപ്പോൾ ലോക്സഭയിൽ 400 സീറ്റ് കിട്ടുന്നു, രാജ്യസഭയിലും ഇതുപോലെ ഭൂരിപക്ഷമാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഭരണഘടന പോലും തിരുത്താവുന്ന ഒരവസ്ഥയല്ലേ വരുന്നത്? ഭരണഘടന തിരുത്തേണ്ട ആവശ്യം BJPക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റും.
നമ്മുടെ ഭരണഘടനയായി പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ ഇതുവരെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഭരണഘടന മാറ്റേണ്ട ഒരു ആവശ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്ത്. വേണമെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് നിന്ന് സെക്യുലർ എന്നോ സോഷ്യലിസം ഒക്കെ എടുത്തു കളയാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി തിരികെ ചേർത്തതാണ്. ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. വേണമെങ്കിൽ അത് ചിലപ്പം എടുത്തു കളയാം. അതിനപ്പുറം ഈ ഭരണഘടന മാറ്റി എന്തുകൊണ്ടുവരാനാണ്? എന്റെ ചിലപ്പോൾ പേര് മാറ്റുമായിരിക്കും. ഭാരത് ന്യായ സംഹിത എന്നൊക്കെ പറയുന്ന പോലെ പേരും മാറ്റും. അല്ലാതെ ഇതിൽ കൂടുതൽ ഡ്രാമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതെന്തായാലും ഒരു കണ്ടറിയേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ഇലക്ഷൻ വെയിറ്റ് ആൻഡ് സി ഇലക്ഷൻ സമയത്ത് മാത്രമല്ല അപ്പോഴും അതിനെതിരെ ഇറങ്ങിത്തിരിക്കാൻ പൊതുജനങ്ങളും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്രീം ലെയർ ഉണ്ടല്ലോ, അവരും ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മളും കൂടുക, ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അതന്നെ വഴിയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു സംഗതി ഇതിനകത്ത് വരുന്നത് ഇലക്ട്രൽ ബോണ്ട്സ് സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു നില? ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SBI പോലെ ബാങ്കിൽ നിന്ന് നിങ്ങൾ ആരിഫ് ഒരു കമ്പനിയാണ്. ഇപ്പൊ പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരിഫിന്റെ കമ്പനിക്ക് ഡയറക്ട്ലി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പിന്നെ ഫണ്ട് കൊടുക്കാം. അപ്പൊ അത് ഡിസ്ക്ലോസ് ചെയ്യണം. എല്ലാവർക്കും അറിയാൻ പറ്റും ആരിഫ് എന്ന് പറയുന്ന ആരിഫ് കോർപ്പറേറ്റ് ഹാസ് ബീൻ ഡൊണേറ്റഡ് സോ ആൻഡ് സോ മണി ടു ദിസ് പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ പാർട്ടിയും അത് ക്ലിയർ ചെയ്യണം. ഇപ്പൊ ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം SBI ബാങ്കിൽ നിന്നാണ് ഇലക്ട്രൽ ബോണ്ട് കിട്ടുക വേറെ എവിടെ. ഇപ്പൊ നമ്മൾ ആരിഫ് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ട് ആ ബോണ്ട് നിങ്ങൾ പിന്നെ രാഷ്ട്രീയ പാർട്ടി സബ്സ്ക്രൈബ് ചെയ്യണം. അവർ വാങ്ങിച്ചു അവർക്ക് എപ്പോൾ വേണേലും അത് ബാങ്കിൽ കൊടുത്ത് പൈസ ആക്കാം. അവർക്കത് ആ ബോണ്ട് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ എപ്പോൾ വേണേലും പൈസ അവർക്ക് എടുക്കാൻ SBI കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ SBI പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഓൾറെഡി ആ പൈസ ആസ് എ കോർപ്പറേറ്റ് യു ഇൻവെസ്റ്റഡ് ഫോർ ദാറ്റ് ബോണ്ട്. അപ്പൊ ഈ ബോണ്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതിങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആര് തന്നു, ഇത്ര ഏത് കമ്പനി തന്നു എന്ന് പറയേണ്ട കാര്യമില്ല എന്നതാണ് അതിനകത്തൊരു എളുപ്പപ്പണി. അപ്പൊ അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയണം, ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ആരുടെയൊക്കെ താല്പര്യങ്ങളാണ് ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്നത്, ഏതൊക്കെ കമ്പനികളുടെ പൈസ ഈ കമ്പനി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊരു സുപ്രീം കോടതിന്റെ ഭാഗത്ത്. ഞാനിത് പണ്ട് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന പിന്നെ എല്ലാ ഡൊണേഷൻസും ട്രാൻസ്പെറന്റ് ആയിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ വയ്ക്കും. അങ്ങനെ ഇവർ വെബ്സൈറ്റിൽ എല്ലാ പൈസയും ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം പല കമ്പനികളും ഇവർക്ക് പൈസ കൊടുത്തു. ആ BJP ഗവൺമെന്റ് എന്നാ ചെയ്യുന്ന വെച്ചാൽ ഈ കമ്പനികൾ പൈസ കൊടുത്ത കമ്പനിയെ ഇവര് അതിനകത്തുനിന്ന് പൊക്കിയിട്ട് ത്രട്ടൺ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്തിന് ഇവർക്ക് ഫണ്ട്? സോ ആം ആദ്മി പാർട്ടി എന്ത് ചെയ്തു? അങ്ങനെ വന്ന ചില കമ്പനികളുടെ ഫണ്ടുകൾ അവർ കാണിക്കാതായി. അപ്പം BJP ട്രാൻസ്പെറന്റ് ആന്ന് പറഞ്ഞിട്ടും ഇത് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാ കളികളും ഇവർ ചെയ്യും. അതായത് അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് പരമപ്രധാനം ഇത്തരത്തിലുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതിന് ഈ പറഞ്ഞിട്ടുള്ള അപ്പൊ ആ സമയത്ത് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഈ ആശയത്തോട് കോൺഗ്രസ് ഉൾപ്പെടെ വിയോജിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതായത് ട്രാൻസ്പെറൻസി. അപ്പൊ എല്ലാവരും പേടിച്ചിരുന്നത് ഈ ട്രാൻസ്പെറൻസിയുടെ ഒരു പ്രശ്നം ഇതാണ്. നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പം മറ്റുള്ളവർക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ധ്രുവിന്റെ വീഡിയോയ്ക്കകത്ത് ഇത് പറയുന്നുണ്ടല്ലോ, ഈ കോൺഗ്രസ് ഉൾപ്പെടെ ഫണ്ട് ചെയ്ത കമ്പനികളെ ഇവര് ത്രട്ടൺ ചെയ്യിക്കുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു. ഇത് ശരിക്കും ഒരു പ്രശ്നമാണ്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഇതിന് മുന്നേ ഉള്ള സംവിധാനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുന്നേ ഇപ്പോൾ ബക്കറ്റ് പിരിവ് മുതൽ ഇപ്പോൾ എന്താണ് ഈ കൂപ്പൺ ഇറക്കുന്ന പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ BJP ഒക്കെ ശക്തി പ്രാപിക്കുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള സമയങ്ങൾ കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് ശേഖരിക്കാൻ കഴിയുന്നു, ഫണ്ട് ആളുകൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ തെറ്റാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല, അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആര് തരുന്നു, ഫണ്ട് തരുന്നു എന്ന് നമ്മൾ ജനാധിപത്യത്തില് ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. നിങ്ങളെ ഇലക്ഷൻ സ്പോൺസർ ചെയ്യുന്നവരാണ്. ഇപ്പം US എങ്ങനെയാണല്ലോ, ഇപ്പം റിപ്പബ്ലിക്കൻസും ഇവരും ഒക്കെ ഫണ്ട് മേടിക്കുമ്പോൾ ഇറ്റ്സ് പബ്ലിക്കലി അവൈലബിൾ ഡേറ്റ. യു ക്യാൻ സീ ദാറ്റ് വിച്ച് കോർപ്പറേറ്റ് ഈസ് ഫണ്ടിങ്. ഇപ്പം എലോൺ മസ്ക് ആരെയാണ് ഫണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ മൈക്രോസോഫ്റ്റ് ആർക്കാണ് ഫണ്ട് കൊടുക്കുന്നത്, ഇറ്റ്സ് അവൈലബിൾ. അപ്പൊ ആ ഒരു ട്രാൻസ്പെറൻസി ഇവിടെ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. അതെ അതെ.
ഓക്കെ. പക്ഷെ അപ്പോഴും ഞാൻ നോക്കുന്നത് ആ ഒരു ഭേദഗതി വരുത്തിയിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട്സ് നിലനിർത്തുന്നത് തന്നെ ആയിരുന്നില്ലേ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവിടെ കാണുന്നത് ഇപ്പോൾ പുതിയ പാർട്ടികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെറിയ പാർട്ടികളാണെങ്കിലും അവർക്കും ഫണ്ട് കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴിയും കൂടി അല്ലായിരുന്നോ ഈ ഇലക്ട്രൽ ബോണ്ട്സ്? ട്രാൻസ്പെറൻസി കൊണ്ടുവന്നാൽ മതി. അപ്പൊ പിന്നെ ഇത് ഏതായാലും പ്രശ്നമൊന്നുമില്ല. അതെ, ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കോടതി ആ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സംഗതിയിൽ ഒരു ഭേദഗതി വരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ഇലക്ട്രൽ ബോണ്ട്സ് നിലനിർത്തിയിരുന്നെങ്കിൽ ജനാധിപത്യത്തിനെ കുറച്ചും കൂടിയും ശക്തിപ്പെടുത്തല്ലായിരുന്നു അത് ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഇടാൻ പ്ലാൻ ചെയ്താൽ നമുക്ക് ഇലക്ട്രൽ ബോണ്ട്സ് വഴി ഫണ്ട് കണ്ടെത്താനുള്ളൊരു അവസരം കൂടിയല്ല അത് അവിടെ വന്ന് നിൽക്കുന്നത്. ഏതൊരാൾക്കും അത് ചെയ്യാലോ. നമ്മൾ ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങിയ താൻ ആരടാന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ബക്കറ്റ് പിരിവിന് ഇതിനകത്ത് ശരിക്കും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ട്രാൻസ്പെറൻസി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ഇനി പാർലമെന്റ് വീണ്ടും കൂടിയിട്ട് അതിനകത്ത് ആ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നിട്ട് ഇലക്ട്രൽ ബോണ്ട് വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. So they may reinstate that. ഓക്കെ. അപ്പം എൻ്റെയും ഒരു കാഴ്ചപ്പാട് അത് കൊണ്ടുവരണം തന്നെയാണ്. പിന്നെ ഇതിൽ പറഞ്ഞ ധ്രുവറാട്ടിയുടെ ഇതിനകത്ത് വരുന്ന ഒരു മറ്റൊരു സംഗതി, ഇതിൻ്റെ സ്പെൻഡിങ്ങിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അത് ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് BJP പോയി എന്നുള്ളൊരു വാദം, അത് എത്രമാത്രം ശരിയാണെന്ന് തോന്നുന്നു? അത് ഞാൻ ആരിഫ് പറഞ്ഞതുകൊണ്ട് ഞാനത് ഒന്ന് റിവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ധ്രുവിന്റെ വീഡിയോയിൽ. അതായത് ഇൻഡിവിജ്വൽസിനാണ് ഇപ്പം MLA MP ആയിട്ടൊക്കെ മത്സരിക്കുന്ന ആളുകൾക്കാണ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ദർ ഇസ് നോ ലിമിറ്റ്. പക്ഷെ നിങ്ങൾ പറയണം എത്ര രൂപ ചെലവാക്കി എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഇപ്പൊ കോൺഗ്രസോ BJPയോ CPM എത്ര രൂപ ടോട്ടലി ആസ് എ പാർട്ടി ചെലവാക്കുന്നു എന്നുള്ളതിന് ലിമിറ്റ് ഇല്ല. അതേസമയം ഒരു MLA MP ആയിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾ ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിലും ഓരോ ഏരിയയിലും ഓരോ സംസ്ഥാനത്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലിമിറ്റാണ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ധ്രുവിന്റെ വീഡിയോയ്ക്കകത്ത് ഈ ടോട്ടൽ പാർട്ടിയുടെ സ്പെൻഡിങ് എടുത്ത് വെച്ചിട്ട് അത് ഇലക്ഷൻ കമ്മീഷന്റെ ഇതിന് മുകളിൽ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും ഓക്കെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ധ്രുവറാട്ടിയുടെ വീഡിയോയെ പ്രകീർത്തിക്കുന്ന ഒരാൾ പോലും അത് ചൂണ്ടിക്കാണിച്ചതായിട്ട് കണ്ടില്ല. അവര് ജനറൽ ഒരു നരേറ്റീവ് ആണ് എടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വലി മൊത്തത്തിൽ എന്താ പറയുക, ഈ പറഞ്ഞ ഏജൻസികളെ എല്ലാം BJP കൺട്രോൾ ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു ആൻഡ് ത്രെട്ടനിങ് ഒപ്പോസിഷൻ ആൻഡ് ദാറ്റ് വേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ള ഒരു രീതിയിലായി. ഇൻഡിവിജ്വലി നമ്മൾ അതിനകത്ത് ഓരോ പോയിന്റും പിക്ക് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്തൊക്കെ മിസ്റ്റേക്സ് കാണാം, പ്രോബ്ലംസ്. അതുപോലെ ഒരെണ്ണമാണ് ഇതിൽ ഏറ്റവും അബ്സേർഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയ സംഗതിയാണ് ഈ ബൈയിങ് മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം. അതെന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇന്നത്തെ കാലത്ത് ഈ കൺവെൻഷണൽ മീഡിയ ഒരു വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതിന്റെ കാലം കഴിഞ്ഞു. മീഡിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ കഴിഞ്ഞ എസൻഷ്യൽ ഞാൻ ഈ വിഷയമായിരുന്നു ഇതേ കാര്യം ഞാൻ പറഞ്ഞു. അവര് ആഗോളവൽക്കരണവും ക്യാപിറ്റലിസവും വന്നതോടെ കോർപ്പറേറ്റുകൾ വന്ന് എല്ലാത്തിനും വിഴുങ്ങി എന്നൊക്കെയാണ് പത്രമാധ്യമ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേ ആഗോളവൽക്കരണമാണ് നമുക്ക് ഈ എല്ലാവർക്കും സാധ്യത തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ചാനൽ, ഇൻഡിവിജ്വൽ ചാനൽസ്, എവറി സിറ്റിസൺ ഈസ് എ ജേർണലിസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വാർത്താവതാരം. നിങ്ങൾക്ക് ഈ ഇവര് പക്ഷേ ഈ ട്രഡീഷണൽ മാധ്യമ പ്രവർത്തകർ യൂട്യൂബ് ചാനലുകളെ ഒന്നും വാർത്താ ചാനലുകളായിട്ട് അംഗീകരിക്കില്ല. അപ്പം ഷാജിനെ കുറിച്ച് പറയുന്നത് യൂട്യൂബർ എന്നാണ്. ഷാജിനെ ഇവര് വിളിക്കുന്ന യൂട്യൂബർ എന്നാണ്. എന്നിട്ട് ഇവര് പറയാണ് ഞങ്ങളുടെ ഇവിടെ കോർപ്പറേറ്റ് വിഴുങ്ങി, മറ്റേത് വിഴുങ്ങി, മറിച്ചത് വിഴുങ്ങി. ഇത് ധ്രുവിന്റെ വീഡിയോ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ചാനലുകാർക്കൊന്നും കാണിക്കാൻ ധൈര്യമില്ല, എന്നിട്ടും കാണിച്ചത് ഏത് വഴിയാണ്? യൂട്യൂബ് എന്ന് പറഞ്ഞ മീഡിയ വഴിയല്ലേ. ഇപ്പൊ രവീഷ് കുമാർ NDTV എന്ന് പോയ അയാളുടെ വീഡിയോ നോക്കുക, എല്ലാ 8 മില്യൺ 7 മില്യൺ ഒക്കെയാണ് പല വീഡിയോയുടെയും വ്യൂസ്. അയാൾ BJP കണ്ടിട്ട് നിശ്ചിതമായിട്ട് വിമർശിക്കുന്നില്ല. അപ്പം ഈ ബൈയിങ് മീഡിയ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫൗളാണ്. അതിനകത്ത് ഇനിയും ഈ ആൾക്കാർ അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മീഡിയ ഈസ് ലിബറലൈസ്ഡ് ത്രൂ ഇന്റർനെറ്റ്. അതിനകത്ത് ഏത് വ്യക്തിക്കും ഇൻഡിവിജ്വലി ജേർണലിസ്റ്റ് ആവാം. അവൻ ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം, അത്രേ ഉള്ളൂ. അവിടെ ഞാൻ ഈ മീഡിയയുടെ ഒരു തെണ്ടിത്തരം, അത് അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. അത് ഇവിടെ പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. ഇവർ ബൈയിങ് മീഡിയ എന്നാണല്ലോ പറയുന്നത്. സത്യത്തിൽ ഇവിടെ മീഡിയയെ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ചില മതങ്ങളുമാണെന്നേ ഞാൻ പറയുള്ളൂ, അല്ലാതെ കോർപ്പറേറ്റ്സ് ആണെന്ന് ഞാൻ പറയില്ല. 2 വാർത്തകളാണ് അതിനകത്ത് എനിക്ക് എൻ്റെ അനുഭവം. ഒന്ന്, നമ്മളുടെ ഈ സർക്കുംസിഷൻ സംബന്ധിച്ചിട്ടുള്ള ആ വിഷയം വന്നപ്പോൾ, അതൊരു കുട്ടി മരണപ്പെടുന്ന വിഷയം വന്നപ്പോൾ 69 ദിവസം, അത് ഒരൊറ്റ മീഡിയ പോലും പബ്ലിഷ് ചെയ്തില്ല. അവർക്ക് എല്ലാവർക്കും ആ ഒരു മതത്തെ പേടിയായിരുന്നു.
അപ്പോൾ ഞാൻ ആലോചിക്കാം, നമ്മളെ എന്താണ് ജനം ടി വി പോലും അത് പബ്ലിഷ് ചെയ്തത്. ഞാൻ അവരോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. ഒരു ലൈവ് പ്രോഗ്രാമിൽ വന്നപ്പോൾ അവരോട് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളിതൊക്കെ എന്ത് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചെയ്ത് പിന്നെ ഇപ്പോൾ ഈ വിഷയം വരുമ്പോൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ വലിയ ചോദ്യം ചോദിക്കണ പോലെ ഒന്നും അറിയാത്ത പോലെ ചോദിച്ച് വെക്കണില്ല, എന്താ അർത്ഥമുള്ളതെന്നൊക്കെ ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, അവിടെ ബബ്ബ പറഞ്ഞിരുന്നു. അതൊന്ന്. രണ്ടാമത്തത്, നമ്മളുടെ ഈ NRC, നമ്മളുടെ നോൺ റിലീജിയസ് സിറ്റിസൻസിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് പത്രസമ്മേളനം വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് അവർ 2500 രൂപ പ്രസ് ക്ലബ്ബിൽ വാങ്ങിക്കും, നമ്മളെ ഫീ വാങ്ങിക്കും. ഓക്കെ, ഒരു പേപ്പർ ലിസ്റ്റ് മുഴുവൻ അവർ പത്രക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും തരും, അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് പറയും, അത് ഇതെന്നൊക്കെ പറയും. ഇവരുടെ ജാടയാണ് നമ്മൾ കാണേണ്ടത്. ഈ പത്രം വാർത്ത അവർ കൊടുക്കില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളവിടെ ഇരുത്തിയിട്ട് നമ്മളോടൊന്ന് ചോദിക്കാനുണ്ട്, ചില ആളുകൾ ചോദിക്കും, ചില ആളുകൾ ചോദിക്കില്ല, അങ്ങനെ അങ്ങ് വിടും. ഇതാണ് സ്ഥിതി. അങ്ങനെ അവസാനം ഇത് നമ്മൾ മദ്രസ പീഡനം സംബന്ധിച്ചുള്ളൊരു വിഷയം വന്നപ്പോഴാണ് ഇത് നമ്മൾ ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പത്രക്കാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, വെറുതെ ബാക്കിൽ ഈ പത്രം ആ സാധനത്തിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ പോയിരിക്കണേ എന്നുള്ളത് തോന്നി. പ്രസ് ക്ലബ് എറണാകുളം എന്നൊക്കെ വരുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് നാട്ടുകാർക്ക് തോന്നുമല്ലോ. പിന്നെ ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ നമ്മളുടെ കോവർക്കിംഗ് സ്പേസ് ഉണ്ട്, അവിടെ മീറ്റിംഗ് റൂമുണ്ട്, അത് ബുക്ക് ചെയ്തിട്ട് ഓൺലൈൻ മീഡിയ അവരെ മുഴുവൻ വിളിച്ചു. അപ്പോൾ ഇവരെ കേട്ടില്ല ഈ പ്രസ് ക്ലബ്ബിൽ. യെസ്. അപ്പോൾ സത്യത്തിൽ ഈ മീഡിയ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്നാമതൊരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മീഡിയ അതിന്റെ തന്നെ ഈ ലോബികളാണ്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൈസ മുടക്കി വീണ്ടും പത്രസമ്മേളനം വിളിക്കുന്നു. അതിനകത്ത് ഓൺലൈൻ മീഡിയ വരുന്നു, മറുനാടൻ വരുന്നു, അങ്ങനെ പല ആളുകൾ വന്നു, ചെറുതും വലുതൊക്കെ വന്നു. അവിടെ സ്ഥലമില്ല, ഉള്ള സ്ഥലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിലാണ് ആകെ കൂടി വന്നത്. ഓൺലൈൻ മീഡിയയിൽ മാത്രമേ അന്ന് വന്നുള്ളൂ. ഇതാണ് അവസ്ഥ. അതാണ്. അപ്പം ഞാനിത് തന്നെയാണ് ആ ചർച്ചയിലും പറഞ്ഞത്. ഇപ്പം ഓൺലൈൻ മീഡിയ വന്നതോടുകൂടി ജേർണലിസം ബൈ ചെയ്തു, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബൈ ചെയ്തു എന്നുള്ള ക്രൈക്ക് യാതൊരു വാലിഡിറ്റി ഇല്ല. കൂടുതൽ ആൾക്കാരും ചെറുപ്പക്കാരെല്ലാം വാർത്തകൾ കാണുന്നത്. ഞാൻ ഈ ചാനലിൽ വാർത്ത കണ്ടിട്ട് വർഷങ്ങളായി, ടു ബി ഫ്രാങ്ക്. ഞാൻ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിലൊക്കെയാണ് കാണുന്നത് കൂടുതൽ. അപ്പം ഒരു പിന്നെ കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള ജനറേഷനും മോസ്റ്റ്ലി അവർ ഫോണിലാണ്. അപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രസൻസ് ഉണ്ട് എങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് യു ക്യാൻ ടെൽ ദ ട്രൂത്ത്. നിങ്ങളിങ്ങനെ കോർപ്പറേറ്റ് മേടിച്ചു, അദാനി മേടിച്ചു, അംബാനി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതെ. ഇനി അങ്ങനെ വാങ്ങിച്ചാൽ അതിൽ നിന്ന് രാജിവെക്കാൻ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഇപ്പം ഹർഷലും അതേപോലെ ഇവരൊക്കെ ഓരോരുത്തർ ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെ. വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ അതിനെ കുറ്റം പറയും. വ്യൂവേഴ്സ് ഉണ്ടാവുന്നത് ഒന്ന് നിങ്ങള് ക്രെഡിബിലിറ്റി അനുസരിച്ച് വ്യൂവേഴ്സ് ഉണ്ടാവാം, രണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രീണിപ്പിച്ചാലും വ്യൂവേഴ്സ് ഉണ്ടാവാം. സോ ഇറ്റ്സ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളുടെ എത്തിക്സ് ആണ് അവിടെ. യെസ്. അപ്പോൾ ഈ ബൈയിങ് മീഡിയ എന്ന് പറയുന്നതും ഒരു ഓലപ്പടക്കമാണ് ധ്രുവറാട്ടിയുടെ. ഓക്കെ, ഇനി ഈ ചോദ്യം എൻ്റെ ചോദ്യമാണ്. ഇത് അതിലേക്ക് ഞാൻ തിരികെ കയറ്റിയതാണ്. ഇത് അതിനകത്ത് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ ജുഡീഷ്യറിയെയും കൂടിയും നമ്മളെ പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ ചെയ്യുന്നു, ചില വിധികൾ വരുന്നതിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു റൂളിംഗ് പാർട്ടി എന്നൊരു പ്രതീതി പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? നമുക്കെതിരായിട്ട് വിധി വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും. അതാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും കോടതികളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ചില ബെഞ്ചുകൾ, ചില ആൾക്കാർ ജഡ്ജിമാരായിട്ട് വരാൻ വെയിറ്റ് ചെയ്തിട്ട് രാഷ്ട്രീയക്കാര് പരാതി സബ്മിഷൻസ് നടത്താറുണ്ട്, ഹർജി സമർപ്പിക്കാറുണ്ട്. ഇയാൾ മാറിയിട്ട് അടുത്ത ആൾ വരുമ്പോൾ നമുക്ക് കൊടുക്കാം, അപ്പൊ അയാൾ നമുക്ക് ഫേവർ ആയിരിക്കും എന്നറിയാം. ജഡ്ജിമാരിലും ഒക്കെ പക്ഷാപാതപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊരു ഓവറോൾ എടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി വെർഡിക്റ്റുകളെ എല്ലാം എടുത്ത് നമ്മൾ അനാലിസിസ് നടത്തുകയാണെങ്കിൽ BJP സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുക, അവർക്ക് എതിരായിട്ട് വിധികളും ഈ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് UPAക്ക് വന്ന് കൂടുതൽ എതിരായിട്ടുള്ള വിധികൾ വന്നിരിക്കുന്നത് BJPക്ക് എതിരെയാണ്. അപ്പൊ എന്നാൽ ചില വിധികൾ ഇപ്പം ഇവര് അയോധ്യ ക്ഷേത്രം പോലത്തെ സംഭവങ്ങളാണ് എടുത്തുയർത്തി കാണിച്ചിട്ടാണ് ഈ കോടതിയും ഈ സത്യാനന്തര കാലത്ത് നിങ്ങൾ മറ്റൊരു വിധി പ്രതീക്ഷിച്ചു നിഷ്കളങ്കരെ എന്നൊക്കെ ചോദിച്ച് എഴുതുന്നയാള് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ TP വധക്കേസിലും അതേ കോടതി തന്നെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതേ കമന്റ് കോട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റേ ഗുജറാത്തിലെ ആ സ്ത്രീ ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ കോടതി ബിൽക്കിസ് ബാനുവിന് അനുകൂലമായിട്ട് വിധിച്ചില്ലേ? അപ്പോൾ അതേപോലെ തന്നെ പല കേസിലും ഇപ്പം ഈ ആം ആദ്മി പാർട്ടിയായിട്ടുള്ള ഫൈറ്റില്
കേന്ദ്ര സർക്കാരിനെതിരെയാണ് കോടതി വിധിച്ചത്. അപ്പം കേന്ദ്ര സർക്കാർ ചെയ്തത് പാർലമെന്റിൽ പുതിയ നിയമം നിർമ്മിച്ച് ആ കേസിനെ ആ നിയമത്തെ മറികടക്കാണ് ചെയ്തത്. സോ ഇറ്റ്സ് നോട്ട് ട്രൂ 100% ബൈങ്. ഈ ജഡ്ജിമാരുടെ കുറച്ച് ഫേവറേറ്റിസം ഒക്കെ അത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ബെഞ്ചുകൾ ഉപയോഗിക്കുകയൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നത്. ഇവിടെ ഒരു കമന്റ് കാണുന്നുണ്ടോ? വേറെ രാജ്യത്തിരുന്ന് വീഡിയോ ഇടുന്ന രാജ്യദ്രോഹിയെ പറ്റി എന്തിനും ചർച്ച ചെയ്യണമെന്നാണ് ചോദ്യം. അതാരാ? ധ്രുവിനെ പറ്റിയാണോ? അല്ല, നമ്മള് ഇത് ആൾക്കാര് ഈ ക്യാൻസൽ കൾച്ചർ പോലെയാണ്. നമ്മുടെ എതിരഭിപ്രായം പറയുന്നവരെ നമ്മൾ കേൾക്കണം. എനിക്ക് എന്നെ എതിർക്കുന്നവരുടെ ഒക്കെ പോസ്റ്റ് പോയി വായിക്കാറുണ്ട്, കമന്റ് ഇടും. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം. അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തൽ വരുത്താനും അത് നമ്മളെ സഹായിക്കും. നമ്മൾ ആ സമയത്ത് അംഗീകരിക്കുന്നില്ല എങ്കിലും നമ്മുടെ മനസ്സിലതൊരു, നമ്മൾ ശരിക്കും ട്രൂത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്കൊരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അന്വേഷിച്ച് പോകും. അപ്പൊ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്കത് മാറ്റാം. അതായത് നമ്മളിങ്ങനെ അന്ധമായിട്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ധ്രുവ് പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് ഇന്നതാണെന്ന് പറയാൻ പറ്റണം, എന്നാലേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞു. അല്ലാതെ ധ്രുവ് പറഞ്ഞതിനകത്ത് ശരിയായ കാര്യങ്ങൾ ശരിയാണെന്നും പറയാൻ പറ്റണം. അല്ലാതെ നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാര്യങ്ങളെ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യെസ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ ധ്രുവരാത്തിയുടെ വീഡിയോ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം എന്താണ്, അവരേറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തത് BJP ആണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ BJPയുടെ IT സെല്ലോ അതല്ലെങ്കിൽ അവരുടെ തിങ്ക് ടാങ്ക്സ് ഇപ്പോൾ ഉണരും, എന്നിട്ട് ഇതിനെ ലൈൻ ബൈ ലൈൻ റെഫ്യൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ധ്രുവരാട്ടി ജീവിക്കണത് വേറെ ഏതോ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് വിളിക്കുന്നു, അതും അല്ലെങ്കിൽ അവർ മോശമായിട്ട്. അതെ, ധ്രുവരാട്ടി കല്യാണം കഴിച്ചത് ഏതോ ഒരു വിദേശ വനിതയാണ്. ഇതൊന്നും അല്ല, ഇതല്ല ഇതിന്റെ രീതി. ഇങ്ങനെയാണ് നിങ്ങൾ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്നത്. നിങ്ങൾ കൂടുതൽ അത് പ്രശ്നം ധ്രുവ് പറഞ്ഞതിന് കൂടുതൽ ലെജിറ്റമസി കൊടുക്കണം. അതേസമയം നിങ്ങൾ അതിനെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ, ധ്രുവ് ആരെ അബ്യൂസ് ചെയ്തിട്ടില്ല അതിനകത്ത്. ഇപ്പൊ ഞാൻ പറയാം, ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു വ്ളോഗർ ആണെങ്കിൽ നമുക്ക് പറയാം അവനെ ഒഴിവാക്കാം. അതായത് നമ്മളെ തെറി വിളിക്കുക, വളരെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താം ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ. പക്ഷെ ഒരാൾ വളരെ സിവിലൈസ്ഡ് ആയിട്ട് കാര്യകാരണ സഹിതം ഒരു കാര്യം പറയും, അതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അതിനെ കൗണ്ടർ ചെയ്യാണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വേ. പകരം ഇവൻ മറ്റേ ജർമ്മൻ ഷെപ്പേർഡ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്നാ പറയുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതെ, ധ്രുവരാട്ടിയുടെ വാദങ്ങൾ തെറ്റാണെങ്കിൽ പോലും അതിന് അൺവാണ്ടഡ് ലെജിറ്റമസിയും റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവം കൂടിയായിട്ടാണ് ഇത് മാറുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആ വീഡിയോക്ക് ഇത്ര റീച്ച് ഉണ്ടാക്കി കൊടുത്തത് പോലും നമ്മളുടെ BJP-ക്കാർ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നമ്മുടെ കേരളത്തിൽ ഇത്രയും അധികം ആളുകളുടെ ജനരോഷം ഉണ്ടാകാൻ കാര്യം എന്താണ്? ഇവര് എതിരഭിപ്രായം പറയുന്നവർ ഇവർ ഡീൽ ചെയ്യുന്ന രീതി വെച്ചിട്ടാണ്. അതേ കാര്യം തന്നെയല്ലേ ഇപ്പൊ BJP-ക്കാർ ഇവിടെ കാര്യം ചെയ്യുന്നത്. അപ്പൊ അതല്ല ശരിയായിട്ടുള്ള രീതി. ഞാൻ സത്യം പറഞ്ഞാൽ ധ്രുവരാട്ടിയുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിരുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അതിനകത്ത് സബ് ടൈറ്റിലും ഉണ്ട്, ഇത് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ അത് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളല്ലാതെ ഉപയോഗിക്കുന്നില്ല, ആ കൂടി ഇത് ഉപയോഗിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോഴായിരുന്നു. അതിന് പറ്റിയ നല്ലൊരു സാധനമാണ്. അപ്പോൾ അതിനും ആൾക്കാർക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഫൈനൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പ്രവീണിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ആ ഒരു സംഗതി ജനാധിപത്യത്തിൻ്റെ ആ ഒരു പിക്ചർ നമ്മൾ ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഭയന്ന് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എംപവേർഡ് ആവുക, നമ്മൾ പിന്നെ കൃത്യമായിട്ട് എതിർക്കേണ്ട കാര്യങ്ങളിൽ എതിർക്കാൻ ഇടപെടുക, രാഷ്ട്രീയത്തിൽ ഇടപെടുക, അറിവ് നേടുക. അറിവ് നേടുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരിലേക്ക് നമ്മളത് പകർന്നു കൊടുക്കും, നമ്മുടെ സമൂഹത്തിലേക്കും പകർന്നു കൊടുക്കും. അങ്ങനെ ഒരു ഹെൽത്തി ഡിബേറ്റബിൾ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ ഈ രാഷ്ട്രീയത്തിലൊക്കെ മാറ്റം വരുമെന്നേ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക എല്ലാത്തിനെയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു വലിയ മോശം അവസ്ഥയിലേക്ക് പോയാലും ജനാധിപത്യ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ളൊരു അവബോധവും അതിനകത്ത് ഇടപെടേണ്ട രീതികളെക്കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാടും അത് ഇടപെടാനുള്ളൊരു പാഠവും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ സംഭവിച്ചാലും, ഭൂമി കുലുങ്ങിയാലും ജനാധിപത്യത്തെ ഇവിടെ നിലനിർത്താൻ ഓരോ വ്യക്തികളും അതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇനി അത് പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ബോറടിപ്പിക്കണം. എന്തായാലും വളരെ നന്ദി.